ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പലപ്പോഴും പല ആളുകളെയും പുറമേ നിന്ന് നോക്കി വിധിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും സംഭവിച്ച ഒരു കാര്യമാണ്, നരേന്ദ്രമോദിജിയെ കാണുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു വർഗീയവാദിയാണ്, ഏതോ ഒരു ദുഷ്ടനാണ് എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇന്നലെ ഡൽഹിയിൽ വെച്ച് ഒരു ചടങ്ങ് നടന്നു. ആ ചടങ്ങിൽ മോദിജി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ ഒരു കണ്ടുമുട്ടലുണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. മോദിജി മലയാളത്തിൽ സംസാരിക്കുന്നു. ഇലക്ഷനിൽ മോദിജിയുടെ കാൻഡിഡേറ്റ് മോഹൻ ജോർജ് പരാജയപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞു. വളരെ കുറച്ച് വോട്ട് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിന് വന്ദേ ഭാരതും സ്മാർട്ട് സിറ്റിയും ഇതൊക്കെ സമ്മാനിക്കുകയും കൂടെ നമ്മുടെ ഭാഷ സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും അദ്ദേഹം ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും ബഹുമാനമാണ്. ചെറുപ്പം തൊട്ടേ നമുക്കറിയുന്ന ഒരു ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പല സെൻറ്റൻസസും നമ്മൾ ഓർക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എന്നെ എപ്പോഴും ചെറുപ്പം തൊട്ടേ എന്നെ ചലിപ്പിച്ച ഒന്ന്, ആ ഒരു സെൻറ്റൻസ് കാരണമായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ ജാതിയിലുള്ള വിശ്വാസം മുഴുവനായിട്ടും എനിക്ക് നഷ്ടപ്പെട്ടത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. എൻ്റെ ട്യൂഷൻ മാസ്റ്ററാണ് എനിക്ക് ആദ്യമായിട്ടത് പറഞ്ഞു തന്നത്. എനിക്ക് വളരെയധികം അത് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നമുക്കറിയാം, യേശു ക്രിസ്തുവും യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന യഹൂദ മതവ്യവസ്ഥ പ്രകാരം നടന്ന വ്യക്തികൾ നന്മയ്ക്ക് പകരം തിന്മയുടെ പാത തിരഞ്ഞെടുത്തപ്പോൾ കർത്താവും ഇതുതന്നെയാണ് ഒരു രീതി പറഞ്ഞാൽ ഹൈപ്പർ ബുളീസിൽ കൂടിയും പാരാബുളീസിൽ കൂടിയും സംസാരിച്ചത്. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊന്നും പറഞ്ഞതുകൊണ്ടായില്ല. നിങ്ങളുടെ പ്രവൃത്തി അതെങ്ങനെയുള്ളതാണ്? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും വ്യത്യസ്തരായ വ്യക്തികളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നല്ല കൽപ്പന. നിങ്ങൾ അവരെ ഏത് രീതിയിലാണ് വീക്ഷിക്കുന്നത്? മതത്തിൻ്റെ ഭ്രാന്ത് കയറിയ ആ മനുഷ്യർ, അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും അനുസരിക്കാൻ കഴിയാത്ത രീതിയിൽ ന്യായപ്രമാണത്തിൻ്റെതായ പല നിയമങ്ങളും വ്യാഖ്യാനിക്കാനായിട്ടിടയായി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അവിടെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു, ചുങ്കക്കാർ എന്ന് പറയും. നമുക്കറിയാം, മത്തായി, സക്കായി, ഇവരൊക്കെ ചുങ്കക്കാരായിരുന്നു. ഈ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്നും ചുങ്കം പിരിക്കുക എന്നതാണ് അവരുടെ ജോലി. എന്നിട്ട് റോമക്കാർക്ക് കൊടുക്കുക. അപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കളാണ് ഈ റോമക്കാർ. റോമിൻ്റെ അധീനതയിലാണ് യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാർ ഈ ചുങ്കം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ചുങ്കം പിരിച്ചു കൊടുക്കുന്ന യഹൂദന്മാർ വാസ്തവത്തിൽ പറഞ്ഞാൽ മറ്റ് യഹൂദന്മാരുടെ കണ്ണിൽ പാപികളാണ്, മഹാപാപികളാണ്, രാജ്യദ്രോഹികളാണ്. ഒരു രീതി പറഞ്ഞ അവരുടെ രാജ്യത്തിനും അവരുടെ വ്യവസ്ഥയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ടാണ് അവരെ മറ്റ് യഹൂദന്മാർ കാണുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് അവരുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് പുറത്താക്കണം, സൈഡ് ലൈൻ ചെയ്യണം. അതിനു വേണ്ടി യഹൂദന്മാരുടെ റബ്ബിമാരും അവിടെ ഉണ്ടായിരുന്ന ന്യായശാസ്ത്രിമാരും പരീശന്മാരും, അപ്പോൾ ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. ഈ റബ്ബി എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാവ്, ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന വ്യക്തികൾ. നമ്മുടെ ഇന്നത്തെ ലോയർമാർ മാതിരി ലോയർമാരാണല്ലോ ഈ ലോ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ലോയർമാരും ജഡ്ജിമാരും. പിന്നെ നമ്മുടെ
MLAs അവരാണല്ലോ ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്നത്. അതാണ് അവരുടെ ആ കൺട്രിയിലെ അന്നത്തെ പൊസിഷൻ. സെൻഹെഡ്രിൻ എന്ന് പറയുന്നത് ഇന്നും ഇസ്രായേലിൻ്റെ പാർലമെൻറ്റാണ്. അപ്പോൾ ആ സെൻഹെഡ്രിനകത്ത് അംഗത്വമുള്ള ആൾക്കാരാണ് ഈ ന്യായശാസ്ത്രന്മാർ പലരും. അവരുടെ ജോലി എന്താണ്? ഈ ന്യായപ്രമാണം ശരിയായ രീതിയിൽ പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക, ആ കാലഘട്ടത്തിന് അനുയോജിതമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇതിനെ അനുസരിപ്പിക്കുന്ന ജോലിയുള്ള ചില ആളുകൾ, അവരാണ് പരീശന്മാർ. അവരൊരു മോറൽ പോലീസ് മാതിരിയാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് ആ ന്യായപ്രമാണം അനുസരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരനുസരിക്കും വളരെ കൃത്യമായിട്ട്. അവരുടെ ദശാംശം അവർ വളരെ കൃത്യമായിട്ട് കൊടുക്കും. ദശാംശം എന്ന് പറഞ്ഞാൽ 10-1. അവർക്ക് എന്ത് വിളവ് കിട്ടിയാലും അതിൽ നിന്ന് 10-1 അവർ ദൈവാലയത്തിന് കൊടുക്കും. എല്ലാം സമ്പന്നരാണ്. അവരുടെ വിചാരം അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതും അവരെ സമ്പന്നരാക്കിയിരിക്കുന്നതും എന്നാണ്. അവർ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം സമ്പന്നരാണെങ്കിലും സ്നേഹം എന്ന് പറയുന്ന കാര്യം അവരുടെ അകത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ കറക്റ്റായിട്ട് നടക്കുന്ന ആളുകളാണ്. പക്ഷേ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് കുറച്ച് അകലെ നിൽക്കുന്നു എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെ വളരെയധികം വെറുക്കുകയും അവരെ ഒഴിവാക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത്, കാരണം ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ പരീശന്മാരാരാണ്, ന്യായശാസ്ത്രിമാരാരാണ്, പിന്നെ നമ്മുടെ സദൂക്യർ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. അവിടുത്തെ പുരോഹിതന്മാരാണ് അവർ. ഇവരെല്ലാം വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ്. അവരാണ് അവിടുത്തെ ന്യായപാലനം നടത്തുന്നത്. അവരാണ് ആ രാജ്യത്തെ ഒരു രീതി പറഞ്ഞാൽ നടത്തുന്നത്. അവരാണ് അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ ഗവൺമെൻറ് അതാണ്. ദൈവാലയം, അവരുടെ ആ ജൂയിഷ് ദൈവാലയം, അതാണ്, അതിൻ്റെ പുരോഹിതന്മാരാണ് ഈ പുരോഹിതന്മാർ. അതാണ് അവരുടെ കേന്ദ്രബിന്ദു. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം 1 ന്യായപ്രമാണം, 2 ആ ആലയം, ദൈവാലയം. ഇത് 2 കാര്യങ്ങൾ, ടെമ്പിൾ ആൻഡ് ടോറ. ഈ 2 കാര്യങ്ങളനുസരിച്ചാണ് യഹൂദന്മാർ അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടോറ പ്രകാരം ഈ ചുങ്കം പിരിക്കുന്ന രാജ്യദ്രോഹികളായ ആളുകളെ നമുക്കെങ്ങനെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അവരൊരു നിയമം ഉണ്ടാക്കി. ആ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, വിഗ്രഹത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കാൻ പാടില്ല, അന്യദേവന്മാരെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള 1-ാമത്തെയും 2-ാമത്തെയുമായ ആ കൽപ്പനകളെ ഇവർ വളച്ചൊടിച്ച് മറ്റുള്ളവർക്ക് അനുസരിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ ചുങ്കക്കാർ അവരുടെ കളക്ഷനൊക്കെ കൊണ്ടുപോയി റോമക്കാർക്കാണല്ലോ കൊടുക്കുന്നത്. റോമക്കാരെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ സേവിക്കുന്ന വ്യക്തികളാണ്. അവരാണ് ഭരണാധികാരികൾ. അപ്പോൾ ഈ വിഗ്രഹങ്ങളെ സേവിക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വ്യക്തികൾ, അവരുമായിട്ട് യഹൂദന്മാർ പോയി കൂട്ടായ്മ ആചരിക്കുക എന്ന് വെച്ചാൽ കൂടെ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരശുദ്ധരാകും. അശുദ്ധരെന്ന് പറഞ്ഞാൽ ആ 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പന തെറ്റിച്ചത് മാതിരിയാകും. എന്ന് വെച്ചാൽ വിഗ്രഹത്തെ ആരാധിച്ചതുപോലെയാകും. അപ്പോൾ വിഗ്രഹാർപ്പിതമായിരിക്കുമല്ലോ മിക്കവാറും ഈ റോമക്കാർ അവർക്ക് കൊടുക്കുന്നത് കഴിക്കാൻ. കാരണം അവർ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ആദ്യം അവരുടെ ദൈവങ്ങൾക്ക് കൊടുക്കും, അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ റോമക്കാരോട് കൂടി അവർ എന്ത് ആഹാരം കഴിച്ചാലും, അവർ കൂട്ടായ്മ ആചരിച്ചാലും, അവർ പിന്നെ എന്തായി? പാപികളായി. അവർ ദൈവത്തെ നമസ്കരിക്കാത്തവരായി. അവരെ പിന്നെ സിനഗോഗിൽ നിന്ന് അവരെല്ലാവരും കൂടി വരുന്ന, പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ സിനഗോഗ് എന്ന് പറയുന്നത്. ഒരിടയ്ക്ക് യഹൂദന്മാർക്ക് ആലയം ഉണ്ടായിരുന്നില്ല. ആ ആലയം ഇല്ലാതിരുന്ന സമയത്ത്, പല നാടുകളിലും ഇവർ ചിതറിപ്പോയ സമയത്ത്,
ആ ന്യായപ്രമാണം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ആ ന്യായപ്രമാണം വായിക്കാനും അത് വ്യാഖ്യാനിക്കാനും റബിമാരും ഉണ്ടായി. അതിനുവേണ്ടി കൂടി വരുന്ന സ്ഥലങ്ങളെ അവർ സിനഗോഗ് എന്ന് വിളിച്ചു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. സിനഗോഗെ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഗ്യാതറിങ് ടുഗെദർ എന്നാണ്, ഒരുമിച്ച് കൂടി വരിക. അപ്പോൾ ആ കൂടി വരുന്ന ആ ഒരു സ്ഥലങ്ങളിൽ ഇവരെ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാതായി, ഈ ചുങ്കക്കാരെ. അത് മാത്രമല്ല, ഇവർ ന്യായപ്രമാണം ലംഘിക്കുന്നു, ഇവരുടെ കൂടെ ആരെങ്കിലും പോയി ഭക്ഷണം കഴിച്ചാൽ അവരും ന്യായപ്രമാണം ലംഘിച്ചതായി തീരും. എന്ന് വെച്ചാൽ ഇവരെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ എക്സ്ക്ലൂഡ് ചെയ്യുക, കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യുക. ഇവരുമായിട്ട് വേറെ ആളുകൾ ആരും ഇടപെടാൻ പാടില്ല. വേറെ ആരെങ്കിലും പോയി ഇവരോട് ഇടപെട്ടാൽ അവരും അശുദ്ധരായി, അവരെയും സിനഗോഗിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഈ സിനഗോഗിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ യഹൂദ സിറ്റിസൺഷിപ്പിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി യഹൂദ സിറ്റിസൺഷിപ്പിൽ നിന്ന് മാത്രമല്ല പുറത്താക്കുന്നത്, വരാനിരിക്കുന്ന രാജ്യത്തിൽ കർത്താവ് ഒടുവിൽ ദൈവം വരും, ദൈവം എല്ലാവരെയും ഉയർപ്പിക്കും എന്നുള്ള വിശ്വാസം ഈ യഹൂദന്മാർക്കൊക്കെ ഉണ്ട് മിക്കവാറും. അപ്പോൾ ആ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അതിൽ ആരൊക്കെ ഉണ്ടാവും, അവരുടെ പേരാണ് ജീവൻ്റെ പുസ്തകം എന്നുള്ളൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ജീവൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഇവരുടെ കയ്യിലാണ്, ഒരു കോപ്പി സ്വർഗത്തിലുമാണ് എന്നാണ് അവരുടെ വിശ്വാസം. ആ കോപ്പി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സിനഗോഗിൽ അവർക്കുള്ള സ്ക്രോളാണ്. അതുകൊണ്ടാണ് ഇവർ ഓരോ ബർത്തും ഡെത്തും കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. ആരെയൊക്കെ അവർ പുറത്താക്കി എന്നുള്ളതും വളരെ കൃത്യമായിട്ട്, എന്തിന് പുറത്താക്കി എന്നതും അവരുടെ പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു. ഈ വ്യക്തികളായിരിക്കും പിന്നെ അവസാനം ഉയർത്തെഴുന്നേൽക്കുക. ബാക്കിയുള്ളവരൊന്നും ഉയർത്തെഴുന്നേൽക്കില്ല, കർത്താവ് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കില്ല. കാരണം അവരെ പുറത്താക്കിയല്ലോ ദൈവത്തിൽ നിന്നും, ദൈവ സാന്നിധ്യത്തിൽ നിന്നും, ഇസ്രായേലിൻ്റെ പൗരത്വത്തിൽ നിന്നും. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇവരുണ്ടാക്കിയ ആ ഒരു കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു വന്ന് ഈ ചുങ്കക്കാരെ, കർത്താവ് പറഞ്ഞു, ദൈവം എന്നെ അയച്ചത് കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവരെ ഒഴിവാക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ ഈ ന്യായശാസ്ത്രിമാരും ഈ പരീശന്മാരും നിങ്ങളൊക്കെ വാസ്തവത്തിൽ ചെയ്യേണ്ടതെന്നാണ്, ഈ തെറ്റിപ്പോയ ആളുകളെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആളുകളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക ചെയ്യേണ്ടത്. ചുങ്കക്കാരനായ മത്തായി ചുങ്കക്കാരനായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു അവനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ ചുങ്കക്കാരൻ എന്നുള്ള പ്രൊഫഷൻ, പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ആ മനുഷ്യൻ ചുങ്കക്കാരനായി തീർന്നത്. ആ ചുങ്കക്കാരൻ എന്നുള്ള പ്രൊഫഷൻ തന്നെ അയാൾ ഒഴിവാക്കി. സക്കായിയും അതേമാതിരി നമുക്കറിയാം, സക്കായി എല്ലാവരാലും വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് അവനൊരു മഹാപാപിയാണ് എന്നാണ്, കൊടും പാപിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം യഹൂദന്മാരുടെ രക്തം കുടിച്ച് ആ രീതിയിലാണ് അവൻ ബാക്കിയുള്ളവരിടത്തു നിന്നൊക്കെ ചുങ്കം പിരിക്കുന്നത്, എന്നിട്ട് അത് കൊടുക്കുന്നത്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവനോടുള്ള സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു, ബാക്കിയുള്ള ആളുകളൊക്കെ നല്ല മനുഷ്യരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു സക്കായി കയറിയിരുന്ന മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് അവനോട് പറയാം, സക്കായിയെ താഴോട്ട് ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ കൂടെയാണ്, നിൻ്റെ വീട്ടിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ കർത്താവും പാവിയായി. കർത്താവിനെയും അവർക്ക് ആ നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, സിനഗോഗിലുള്ള അവൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. എന്നാലും കർത്താവ് ആ റിസ്ക് എടുത്തു, എന്നിട്ട് അവിടേക്ക് പോയി. അവിടേക്ക് ചെന്നപ്പോഴത്തേക്കും സക്കായി ആരെടുത്തുനിന്നെങ്കിലും എന്തെങ്കിലും ഞാൻ മേടിച്ചതായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് ഞാൻ കൊടുക്കാൻ തയ്യാറ്. സക്കായിക്ക് മാനസാന്തരം. അങ്ങനെ ആരും ഇല്ലയെന്ന് സക്കായിക്ക് അറിയാം. ആരെടുത്തൊന്നും കളവായിട്ട് അവൻ മേടിച്ചിട്ടില്ല. പകുതി സ്വന്തത്തിൻ്റെ പകുതി സമ്പത്ത് സക്കായി പാവങ്ങൾ കൊടുത്തു. കർത്താവ് അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ ഭവനത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ സക്കായിക്ക് വന്ന മാറ്റം കണ്ടു. സക്കായിക്ക് ആകെ വേണ്ടിയിരുന്ന ആ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു. അവൻ നോക്കിയപ്പോൾ അവിടെയുള്ള യഹൂദന്മാരുടെ പ്രമാണികൾക്കൊക്കെ പൈസയുണ്ട്. ആ പൈസയുള്ളവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്. പൈസ ഉണ്ടാക്കാൻ എന്താണ് വഴി? പൈസ ഉണ്ടാക്കണമെങ്കിൽ ഈ ചുങ്കക്കാരനാവുക എന്നുള്ളതാണ് ഏറ്റവും ഈസി വഴി. രാജ്യദ്രോഹമാണെങ്കിലും യഹൂദന്മാരാൽ വെറുക്കപ്പെടുമെങ്കിലും പൈസയും കിട്ടും, പൈസ നിമിത്തമുള്ള അംഗീകാരവും കിട്ടും. എന്നാൽ സക്കായി നോക്കുമ്പോൾ ഒരു അംഗീകാരവും കിട്ടാൻ യോഗ്യതയില്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കുന്നു. ഈ സക്കായി ഒരുപക്ഷെ അത് കണ്ടു കാണും. യെരിഹോയിലേക്ക് യേശു ക്രിസ്തു, യെരിഹോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സക്കായി താമസിക്കുന്നത്. യേശു ക്രിസ്തു കടന്നു വരുന്ന സമയത്ത്, സക്കായി മുകളിൽ നിന്ന് നോക്കുകയാണല്ലോ, യേശു ക്രിസ്തു കടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അവന് കാഴ്ച കൊടുത്തു കർത്താവ്.
അപ്പോൾ സക്കായിക്ക് മനസ്സിലായി ഈ പൈസയെക്കാളും വലിയ സംഭവം ഉണ്ട്. ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് ഇവിടെ മനുഷ്യർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുക. വരാനിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾക്ക് ഊനമില്ലാത്ത ശരീരം ലഭിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇത്രയും ജനങ്ങൾ ഒരു പാവപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. ഉടനെ സക്കായിയും അവൻ്റെ പുറകെ കൂടി. സക്കായിക്ക് മനസ്സിലായി പൈസ, പേര്, പെരുമ ഇതൊക്കെ ഇവിടം കൊണ്ട് തീരും. കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം സക്കായി ഒരു ദ്രവ്യാഗ്രഹിയായിരുന്ന മനുഷ്യനിൽ നിന്ന് ദൈവാഗ്രഹിയായ മനുഷ്യനായി മാറി. അവൻ പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത്രയും വലിയൊരു മാറ്റം ഒരൊറ്റ മീറ്റിങ്ങിൽ സക്കായിക്ക് വന്നു. എന്താ കാരണം? സക്കായി ആഗ്രഹിച്ച കാര്യം എന്താണ്? സ്നേഹം, അംഗീകാരം. അത് അവന് ഈ യഹൂദന്മാർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. യഹൂദന്മാരും യഹൂദ പണ്ഡിതന്മാരും മതത്തിൻ്റെ വലിയ ആൾക്കാരും അത് കൊടുത്തിരുന്നെങ്കിൽ സക്കായി ഒരിക്കലും യഹൂദ മതം വിട്ടിട്ട് ഒരു റോമക്കാരുടെ അടിമ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നില്ല. പക്ഷേ ആ സ്നേഹം, ആ കരുതൽ, ഇതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവം മുകളിൽ നിന്ന് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ പാവപ്പെട്ടവരെ, മതത്തിലുള്ള വലിയ വലിയ ആളുകൾ തഴയുന്നത്? ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് അവരെ തഴയാൻ വേണ്ടിയിട്ട്, അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മത്തായി 5, 6, 7 അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ് കർത്താവ്. ആ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനമാണ് കർത്താവിൻ്റെ കമൻട്രി ഓഫ് ദി ടോറ. അതാണ് മത്തായി സുവിശേഷം 5, 6, 7. അതിൽ കർത്താവ് പറഞ്ഞ ആ ന്യായപ്രമാണത്തെ ഒഴിവാക്കാനല്ല ഞാൻ വന്നത്, അതിനെ നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ ഈ യഹൂദന്മാർ 1, 2 കൽപ്പനകളെ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ. ആ രീതിയിൽ കർത്താവ് ബാക്കിയുള്ള കൽപ്പനകളെ, നിങ്ങൾ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്, നിങ്ങൾ കൊലപാതകം ചെയ്യരുത്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്, ഇങ്ങനെയുള്ള കൽപ്പനകളെ കർത്താവ് വലുതാക്കി അങ്ങോട്ട്. ഇനി കർത്താവ് ചോദിക്കുകയാണ് പരീശന്മാരോട്, അല്ല നിങ്ങൾക്ക് ഇതനുസരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? നിങ്ങൾ വെള്ളം ചേർക്കാണ്, മായം ചേർക്കാണ് ന്യായപ്രമാണത്തിൽ. അങ്ങനെയാണ് നിങ്ങൾ ഇവരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നത്. ഇവർക്ക് അനുസരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവർക്ക് അവസരം കിട്ടുന്നില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ വിഗ്രഹങ്ങളെ സേവിക്കുന്നില്ല. ഇവർ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആൾക്കാരെ കൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. അതിനാണ് നിങ്ങളിവരെ 1ാമത്തെയും 2ാമത്തെയും കൽപ്പന തെറ്റിച്ചെന്ന് പറഞ്ഞ് പുറത്താക്കിയത്. എന്നാൽ വാസ്തവത്തിൽ ഇതേ രീതിയിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ കൽപ്പനയെ ഞാൻ വ്യാഖ്യാനിച്ചാൽ, അതാണ് മത്തായി 5, 6, 7, ഞാൻ ന്യായപ്രമാണത്തെ വലിപ്പം കൂട്ടിയാൽ, അതുകൊണ്ടാണ് കർത്താവ് ആദ്യമേ പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ ന്യായപ്രമാണത്തിന് മാറ്റം വരുന്നില്ല. ആ 10 കൽപ്പനകൾ അതേപടി തന്നെ ഇരിക്കും. അത് തെറ്റിക്കുന്നവൻ മാത്രമേ പാപിയാവുള്ളൂ. എന്നിട്ട് കർത്താവ് പറയാണ്, പരീശന്മാരുടെയും ചുങ്കക്കാരുടെയും നീതിയെ കവിയുന്ന നീതി നിങ്ങൾക്കില്ലെങ്കിൽ എന്ന് ശിഷ്യന്മാരോട് പറയണം. അതിനുശേഷം ഓരോ കൽപ്പനയും കർത്താവ് നീളം കൂട്ടി അങ്ങോട്ട് വ്യാഖ്യാനിക്കുകയാണ്, ഹൈപ്പർബോളി ഉപയോഗിച്ചിട്ട്. അതെന്തിനാണ് ഹൈപ്പർബോളി ഉപയോഗിക്കുന്നത്? ഈ പരീശന്മാരും ശാസ്ത്രന്മാരും ഒക്കെ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. അവരുടെ മനസ്സിനെ തൊടാൻ വേണ്ടിയിട്ട്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സാക്ഷിയിൽ കുത്തുകൊള്ളിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ കൽപ്പനകൾ ഇവർക്കനുസരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി, ഞാൻ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ആ രീതിയിലാക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ മതി നിങ്ങൾ വ്യഭിചാരിയാണ്, എന്നിട്ട് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അത് അനുസരിക്കാൻ പറ്റുമോ? ഞാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ദേഷ്യപ്പെട്ട് ഒരു വ്യക്തിയെ ഫൂൾ അല്ലെങ്കിൽ മണ്ടൻ എന്ന് വിളിച്ചാൽ അത് കൊലപാതകത്തിന് സമമാണ് എന്ന് പറഞ്ഞിട്ട് കൊലപാതകത്തിനുള്ള ശിക്ഷയും അതിന് നരകത്തിൽ കിട്ടുന്ന ശിക്ഷയും നിങ്ങൾക്ക് തന്നാൽ എങ്ങനെ ഇരിക്കും? കർത്താവ് ഈ പറഞ്ഞ കൽപ്പനകൾ അവർ കൃത്യമായിട്ട് അതേമാതിരി കർത്താവ് പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണമെന്ന് കർത്താവ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഒരു തെറ്റായ പഠിപ്പിക്കൽ. അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും അന്ന് ചെയ്ത ആ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ചില സഭാ പണ്ഡിതന്മാർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അവർ ഈ കൽപ്പനകൾ എടുത്തിട്ട് മറ്റുള്ളവരെ വിധിക്കും. അതുകൊണ്ടാണ് കർത്താവ് 6ാം അധ്യായത്തിൽ പറഞ്ഞത്, വിധിക്കരുത്. നിങ്ങളും അതേ കണക്കായിരിക്കും നിങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പോൾ
ഈ 5-ാം അധ്യായത്തിൽ ഈ കൽപ്പനകളെല്ലാം കർത്താവ് വ്യാഖ്യാനിക്കുന്ന സമയത്ത് അതിനെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് വ്യാഖ്യാനിക്കുന്നത്, ഹൈപ്പർബോളി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ, നിങ്ങൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1-ാമത്തെ 2-ാമത്തെ കൽപ്പന എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതനുസരിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കത് അനുസരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ പുറത്താക്കണം. പക്ഷേ ഇതേമാതിരി ഞാൻ നിങ്ങളെ പുറത്താക്കിയാൽ, ദൈവം നിങ്ങളെ വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം അതാണ്, ആ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കർത്താവ് ന്യായപ്രമാണത്തെ വലുതാക്കിയതല്ല. കർത്താവ് ആദ്യം പറഞ്ഞല്ലോ, ഞാനത് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ് വന്നത്, അല്ലാതെ അതിൽ മായം ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറക്കാനോ അല്ല വന്നത്. കർത്താവ് ആദ്യം പറഞ്ഞല്ലോ, അത് അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം നമ്മളെപ്പോലുള്ള ചില മണ്ടന്മാർ അതിനെ മിസ്റീഡ് ചെയ്യും. എന്നിട്ട് പറയും മനസ്സ് ചിന്തിച്ചാൽ മതി, പാവമായിപ്പോയി. എടോ, മനസ്സിൽ ചിന്തിച്ചാൽ മതി പാവമായിപ്പോയെങ്കിൽ പിന്നെ അത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രവൃത്തിക്കാണല്ലോ ശിക്ഷ കിട്ടുന്നത്. മനസ്സ് ചിന്തിക്കുന്നതിന് നമ്മൾ എന്താ പറയുക, ടെംപ്റ്റേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക, പ്രകോപനം അല്ലെങ്കിൽ അതിനുള്ള പ്രലോഭനം. ആ പ്രലോഭനവും പാപവും രണ്ടും ഒന്നായി കഴിഞ്ഞാൽ പിന്നെന്താണ് പാപം? പ്രലോഭനം വേറെയാണ്. യേശുക്രിസ്തുവിന് വരെ ഒരു വലിയ ടെമ്പിളിൽ നിന്ന് ചാടാനുള്ള ഒരു മനസ്സിൽ തോന്നി. പിശാചാണ് തോന്നിപ്പിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ആ പ്രലോഭനം എന്ന് പറയുന്നത് പാപമായി പോയില്ലേ? അങ്ങനെ ആയിപ്പോയാൽ യേശു പാപമായി പോയില്ലേ? പാപിയായി പോയില്ലേ? യേശുവിൻ്റെ ആ ബലി പിന്നെ സ്വീകരിക്കാൻ പറ്റുമോ ദൈവത്തിന്? അപ്പോൾ പ്രലോഭനം വേറെ, പാപം വേറെ. നിങ്ങൾ വാസ്തവമായി വ്യഭിചാരം ചെയ്താൽ മാത്രമേ ദൈവം നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ തരുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യഭിചാര ചിന്ത കടന്നു വന്നു, നിങ്ങളതിനെ എതിർത്തു, നിങ്ങളതിനെ പുറത്താക്കി. നിങ്ങൾ ഒരു സ്ത്രീയുടെ കൂടെ പോയി വ്യഭിചാരം ചെയ്തില്ല, നിങ്ങൾ ഹോമോസെക്ഷുവാലിറ്റി ചെയ്തില്ല, വാസ്തവത്തിൽ ഫിസിക്കലായിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവം നിങ്ങളെ വിധിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ദേഷ്യപ്പെട്ട് മറ്റൊരാളെ മണ്ടെന്ന് വിളിക്കുന്ന കാര്യം, ഇവിടെ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും അവരുടെ മക്കളെ തന്നെ മണ്ടെന്ന് വിളിച്ചിട്ടുണ്ട് ദേഷ്യപ്പെടുത്തിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. യേശു കർത്താവ് തന്നെ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ നല്ല ദേഷ്യത്തിൽ മണ്ടന്മാരെ എന്ന് വിളിച്ചു, യു ഫൂൾസ് എന്ന് വിളിച്ചു. അപ്പം കർത്താവ് വാസ്തവത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞ ആ കൽപ്പന അനുസരിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് തന്നെ അത് തെറ്റിക്കൂലല്ലോ. കർത്താവ് തന്നെ അത് ധരിച്ചാൽ കർത്താവ് ഭാവിയായിപ്പോയില്ലേ? അത് കറക്റ്റ് അതേമാതിരി ലിറ്ററലായിട്ട് അനുസരിക്കാൻ വേണ്ടിയല്ല കർത്താവ് ആ കൽപ്പന തന്നത്. അത് വേറെ ആരും പ്രസംഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് ഞാൻ ഒരു പേപ്പർ അതിന് ഈ മത്തായി 5, 6, 7 എന്നുള്ള ഈ അധ്യായങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്തിട്ടുണ്ട്. academia.edu എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ പോയിന്റ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെൻ്റെ ഒരു പോയിന്റാണ്. ഇതുവരെയും ഒരൊറ്റ സ്കോളറിൽ നിന്നും ഞാനിത് വായിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരും പുരോഹിതന്മാരും കാണിച്ച കപടഭക്തിക്കെതിരെയാണ് സംസാരിക്കുന്നത്. കപടഭക്തി എന്താണ്? നിങ്ങൾ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു രീതിയിൽ ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, എന്നാൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം. ആ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഇതേമാതിരി വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഇല്ല. ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ആദ്യത്തെ 5 കൽപ്പനകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുസരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി അങ്ങോട്ട് വ്യാഖ്യാനിച്ചിരിക്കുക. അത് നിങ്ങൾ അനുസരിക്കുന്നുണ്ട്. ബാക്കി 5 കൽപ്പനകൾ കൂടിയുണ്ട്. കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മറ്റുള്ളവരുടെ സമ്പത്ത് മോഹിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന് വിരോധമായി. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വാസ്തവത്തിൽ പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല. അതിനെ കർത്താവ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയാണ്. അല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇനി അടുത്തൊരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ എന്ന് വെച്ചാൽ, നിങ്ങൾ കോപിച്ച് ഒരാളെ മണ്ട എന്ന് വിളിച്ചാൽ മതി, അത് പാപമാണ് എന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള വ്യക്തികളോട് കർത്താവ് ഈ ഒരു രീതി ഉപയോഗിച്ചത് അവരുടെ കപടഭക്തിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയും അവരുടെ ഹൃദയത്തിന് കുത്തുകൊള്ളിക്കാൻ വേണ്ടിയും, ഹൃദയത്തിൽ നിന്നാണ് പാപങ്ങൾ ആരംഭിക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും മാത്രമല്ല, ഈ പറയുന്ന വ്യക്തികൾ, അവിടെയുള്ള ചുങ്കക്കാർ, പാപികൾ, ഇവരെ ഓരോ കുറ്റം കണ്ടുപിടിച്ച് പുറത്താക്കുന്നതിന് പകരം അവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്
യഹൂദന്മാർ ചെയ്യേണ്ടത്. അതിനാണ് ഈ ന്യായശാസ്ത്രി ആയിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ പുരോഹിതന്മാരായിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് പരീശന്മാർ ശ്രമിക്കേണ്ടത്. കാണാതെ പോയ ഇസ്രായേലിൻ്റെ ആടുകളെ തിരിച്ചു കൊണ്ടുവരിക. അതിനാണ് കർത്താവ് വന്നത്. ഇസ്രായേലിൻ്റെ മാത്രം ആടുകളെയല്ല, എല്ലാവരെയും. അത് കർത്താവ് പിന്നീട് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെയും ആടുകൾ എനിക്കുണ്ട്, നമ്മളെപ്പോലുള്ള വ്യക്തികൾ, വിജാതീയർ, അന്യജാതികൾ. അവരെയും കർത്താവ് തേടി വന്നിരിക്കുകയാണ്. നിങ്ങളെയും കർത്താവ് തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് വാസ്തവത്തിൽ പറഞ്ഞ അന്നുണ്ടായിരുന്ന ആ ജാതി വ്യവസ്ഥയും അതുമൂലമുണ്ടായ ആ പ്രശ്നങ്ങളെയും ഈ രീതിയിലാണ് കർത്താവ് അഭിമുഖീകരിച്ചതും അതിനെതിരെ സംസാരിച്ചതും. ഇതേ കാര്യമാണ് ഭാരതത്തെ ഒരു രീതി പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തുവിന് തുല്യനാണ് ശ്രീനാരായണ ഗുരു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കേണ്ട. ശ്രീനാരായണ ഗുരു മരിച്ചു, ഉയർത്തെഴുന്നേറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ദൈവമാണ്, ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ മകൻ ദൈവത്തെ പോലെ ഇരിക്കും, മനുഷ്യൻ്റെ മകൻ മനുഷ്യനെ പോലെ ഇരിക്കും, കരടിയുടെ മകൻ കരടിയെ പോലെ ഇരിക്കും, അല്ലേ? പൂച്ചയുടെ മകൻ പൂച്ചയെ പോലെ ഇരിക്കും. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്, ദൈവത്തോട് സമനാണ്. അതാണ് കർത്താവിൻ്റെ ക്ലെയിം. അപ്പോൾ ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ്, ദൈവം മനുഷ്യരൂപത്തിൽ വന്നതാണ് എന്ന് പറയുകയും അതിന് പ്രകാരം ജീവിക്കുകയും മരിക്കുകയും അടക്കപ്പെട്ടതിന് ശേഷം 3-ാമത്തെ ദിവസം അവർ വിശ്വസിച്ചിരുന്ന ആത്മാവ് 3-4 ദിവസം അവിടെ തന്നെ കറങ്ങി കിടക്കുന്ന 3-ാമത്തെ ദിവസമാണ് കർത്താവ് പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവിൻ്റെ ബോഡി കിട്ടിയില്ല യഹൂദന്മാർക്ക്. കർത്താവിനേക്കാളും ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കാളും ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, കർത്താവിനെ ക്രൂശിക്കാനുള്ള പവർ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കാനായിരിക്കും പ്രയാസം. അവർക്ക് ഡെഡ് ബോഡി കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ അതോടെ ഈ ക്രിസ്ത്യൻ മൂവ്മെന്റ് അന്ന് തീരുമായിരുന്നു. ഇന്ന് വേൾഡിലെ 33% ആളുകൾ കർത്താവ് വിശ്വസിക്കുന്നു, കർത്താവ് ദൈവമാണ്, ദൈവപുത്രനാണെന്ന്. അപ്പോൾ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കർത്താവിനെ 500ഓളം പേര് 1-2 സ്ഥലത്ത് വെച്ചല്ല, പല സ്ഥലങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിൽ കാണുകയും, ഇതൊരു മാസ് ഹിസ്റ്റീരിയ എന്നൊക്കെ പറയാൻ വരട്ടെ. മാസ് ഹിസ്റ്റീരിയ ഒരുമിച്ച് എല്ലാവർക്കും ഒറ്റയടിക്കല്ല നടക്കാം. കർത്താവിനെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വരെ, കർത്താവിൻ്റെ സ്വന്തം സഹോദരന്മാർ കർത്താവിനെ വിശ്വസിച്ചില്ല. കർത്താവ് ദൈവമാണെന്നൊക്കെ പറഞ്ഞ്, ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞ് അവരെന്തിനു വിശ്വസിക്കും? അവരെ പോലെ ഇരിക്കുന്ന ഒരാളല്ലേ. അങ്ങനെയുള്ളവർക്ക് വരെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ജീവനോടെ ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തു. കർത്താവിൻ്റെ സ്നേഹിതനും ശിഷ്യനുമായിരിക്കുന്ന തോമാസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും കർത്താവ് അതേ മീറ്റിങ്ങിൽ തന്നെ കടന്നു വന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതാ ക്രൂശിൽ മരിച്ച എൻ്റെ ആ ആണിപ്പഴുതുകൾ, എൻ്റെ നെഞ്ചത്ത് അവർ തറച്ചതിൻ്റെ പാട്, ഇതൊന്ന് കണ്ടിട്ട് ഇതിൽ തൊട്ട് നോക്കിക്കോ. ഐ എം എ ഫിസിക്കൽ മാൻ, അല്ലാതെ ഒരു ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതല്ല. ശരിക്കും ഫിസിക്കലി മരിച്ച വ്യക്തി തന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉടനെ വിശ്വാസം തിരിച്ചു ലഭിച്ച തോമാസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. അതാണ് വിളി വന്നത്, അല്ലാതെ ദൈവപുത്രനെ എന്നല്ല വിളിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്നാണ് വിളിച്ചത്. ഒരു യഹൂദനാ വിളിക്കുന്നത്, ഒരു മനുഷ്യനെ ദൈവമെന്ന്. അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ ദൈവീയ സന്ദർശനം അബ്രഹാമിനുണ്ടായി. മനുഷ്യരൂപത്തിലാണ് ദൈവം വന്നത്. മനുഷ്യരൂപത്തിൽ ദൈവം വരില്ല എന്നൊക്കെ പറയുന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. അവരോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. യഹൂദന്മാരുണ്ടെങ്കിൽ അവരോടുള്ള ബന്ധത്തിലും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് തോറയിലുള്ള, ഉൽപ്പത്തിയിലുള്ള കഥയാണ്. ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചപ്പോൾ മനുഷ്യരൂപത്തിലാണ് വന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞ് തോമാസ് ശ്ലീഹയ്ക്ക് വിശ്വാസമായി. ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണിത്. ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹാ അത്ഭുതങ്ങൾ നടന്നു. അതിൻ്റെ ആ വിശ്വാസം ഉപേക്ഷിക്കാതെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരായ എല്ലാവരും, കർത്താവിനെ നേരിട്ട് കണ്ട ആൾക്കാരാണ് ഈ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ആ അപ്പോസ്തലന്മാരായ എല്ലാവരും മാർറ്ററാകാൻ, രക്തസാക്ഷികളാകാൻ തയ്യാറായി. ഇത് കള്ളമാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ അവരതിനു വേണ്ടി രക്തസാക്ഷിയാകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് തെളിവുകളുണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതിന്. ഇനി കർത്താവ് എന്ന് പറഞ്ഞ വ്യക്തിയെ, ജീസസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അതൊക്കെ ബൈബിളിൽ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം എഴുതി ചേർത്താണ് മറ്റാണ്. സഹോദര, ഹിസ്റ്ററി നിങ്ങൾക്കോ എനിക്കോ മാറ്റാൻ പറ്റില്ല. കാരണം കർത്താവിൻ്റെ ആ കാലഘട്ടത്തിൽ വേറെ
റോം എന്ന് പറഞ്ഞ വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ സാമ്രാജ്യത്തിൻ്റെ എഴുത്തുകാരുണ്ടായിരുന്നു. അവരുടെ എഴുത്തുകളിൽ യഹൂദന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൽ വിശ്വസിക്കാത്ത ഈ ആളുകൾ. ആ ആളുകളുടെ പുസ്തകങ്ങളിൽ കർത്താവിൻ്റെ പേരും കർത്താവിനെ അനുഗമിക്കുന്നവരുടെ പേരും അവരുടെ വിശ്വാസവും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അവരുടെ പ്രചരണവും വരെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ എനിമീസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പുസ്തകത്തിൽ അവർ എഴുതിയിട്ടുണ്ട് ഈ മാർഗത്തെക്കുറിച്ച്, ഇതിൻ്റെ കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ ഇത് ചരിത്ര കാര്യമല്ല എന്നൊക്കെ പറയുന്ന കുറേ പണ്ഡന്മാരുണ്ട്. അവർ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. കാരണം യോസിഫസ് എന്ന് പറയുന്ന ആളുടെ പുസ്തകം അവൈലബിൾ ആണ്. ടാസിറ്റസ് എന്ന് പറഞ്ഞ ആളുടെ പുസ്തകം അവൈലബിൾ ആണ്. യോസിഫസ് എന്ന് പറയുന്നത് ഒരു യഹൂദനായിരുന്നു. ടാസിറ്റസ് എന്ന് പറയുന്നത് ഒരു റോമക്കാരനായിരുന്നു. ഇവരെ രണ്ടുപേരുടെയും പുസ്തകം നിങ്ങൾക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തി മരിച്ചു, ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റതായിട്ട് അവൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു, അവർ അതിനെ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച് അവർ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി, അവർക്ക് പ്രശ്നങ്ങളുണ്ടായി, അവരെ കുറേ പേരെ ഉപദ്രവിച്ചു, റോമക്കാർ ഉപദ്രവിച്ചു, യഹൂദന്മാർ ഉപദ്രവിച്ചു. ഇത്രയും കാര്യങ്ങൾ അതിൽ ഈ രണ്ടുപേരുടെയും റൈറ്റിങ്സ് നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ അത് കാണാനായിട്ട് സാധിക്കും. ഇതാരാണ്? കർത്താവ് ദൈവപുത്രനാണ്, ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ആൾക്കാർ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ കർത്താവ് ഉണ്ടായിരുന്നു, ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇനി കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് യഹൂദന്മാർ. ആ യഹൂദന്മാരുടെ പുരോഹിതന്മാരിൽ നിന്നും കർത്താവിനെ ആരാണോ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ പുരോഹിതന്മാരിൽ നിന്നും അനേകം പേര് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരോഹിതന്മാർ അവർ ഈ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത കേട്ടു, അവരത് വിശ്വസിച്ചില്ല. പക്ഷേ ഡെഡ് ബോഡി കിട്ടിയില്ല. കർത്താവിനെ നേരിട്ട് കണ്ട ഒരുപാട് പേര് വന്ന് അവരോട് സാക്ഷ്യം പറഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ മഹാ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ ഇവിടെ ആൾക്കാർ തയ്യാറാണ്. അവരുടെ ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മാതിരിയൊന്നുമല്ല. ശരിക്കും അവർ ഷെയർ ചെയ്യണം. അവർക്കുള്ള സമ്പത്ത് മുഴുവൻ അവർ എല്ലാവരും വിറ്റിട്ട് അതൊരു ഒറ്റ ഇതാക്കിയിട്ട് അതിൽ നിന്ന് ആവശ്യക്കാർക്ക് ആവശ്യം അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ ചർച്ചകളൊന്നും വിശ്വസിക്കേണ്ട, അതൊന്നും ആ രീതിയല്ല. ഒരൊറ്റ ചർച്ച പോലും ആ രീതിയല്ല. ഇതിൻ്റെ വിമർശനമാണ്, സത്യമാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ച ആ ആളുകളുടെ ജീവിത ശൈലിയും കൂടെ കണ്ടിട്ട് പുരോഹിതന്മാർക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. അതൊക്കെ പഴയ നിയമത്തിൽ അവർ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഴയ നിയമത്തിലും ഉണ്ടല്ലോ ആ കാര്യങ്ങൾ. അതവർ വെരിഫൈ ചെയ്തിട്ട് അവർ വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, ഈ പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് എല്ലാ സ്ഥലത്തും പ്രസിദ്ധീകരിച്ചതും അതിനുവേണ്ടി മരിക്കാൻ തയ്യാറായതും അതിൻ്റെ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തന്നെത്താൻ ത്യജിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ഇതൊക്കെ സമയം കിട്ടും നിങ്ങൾ വായിക്കുക. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമാണ് അപ്പോസ്തലനായ പൗലോസ് അടക്കമുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചത്. ദൈവം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശ്രീനാരായണ ഗുരു ഉയർത്തെഴുന്നേറ്റില്ല, പക്ഷെ ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കഴിവുണ്ട്. ഒബ്സർവേഷനിൽ കൂടെ ഭാരതത്തിൻ്റെ മഹാനായ ഒരു ഗുരു പറഞ്ഞൊരു സത്യമാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അന്നത്തെ കണ്ടില്ലേ, യഹൂദ മതമുള്ള ആൾക്കാരാണ്, കർത്താവിൻ്റെ അതേ മതമുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ ബിഹേവിയർ കണ്ടോ, അവരുടെ രീതി കണ്ടോ, മറ്റുള്ളവരെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടോ. എന്നാൽ കർത്താവോ, ദൈവമോ വളരെ വ്യത്യസ്തനാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് ബൈബിൾ പറയുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം. നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്, നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് അന്യജാതിക്കാർ പറയണം, എന്ത്, നിങ്ങളുടെ ദൈവം തന്നെയാണ് ദൈവം. പ്രാർത്ഥനയുടെ ഉത്തരം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ രീതികളും അങ്ങനത്തേതായിരിക്കണം. ഇനി അവസാനമായിട്ടൊരു വാക്കുകൂടെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ സത്യമാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി മാത്രമേ നമുക്കുള്ളൂ. വേറൊരു ജാതിയുടെ ആവശ്യം നമുക്ക് ഇല്ല. ആ മനുഷ്യജാതിയിൽപ്പെട്ട നമുക്ക് പിന്നെ ഈ ജാതിയുടെ പേരിലുള്ള വ്യവസ്ഥകളും അതിൻ്റെ പേരിലുള്ള സെൻസസും ഈ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ? ഇത് എല്ലാവരും ചിന്തിക്കുക. ഇന്നലെ നരേന്ദ്രമോദിജി വന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഗുരുവിനെ ഈ രീതിയിൽ ബഹുമാനിച്ചപ്പോൾ
എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനം തോന്നുവാനായിട്ട് ഇടയായി. ഇനി ഒരു കാര്യം കൂടെ പറയാം. RSSന്റെ സ്ഥാപകനായിരുന്നു ഹെഗ്ഡെവർ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരിക്കും. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. ഹിന്ദുവിസത്തിൽ നിന്നും ജാതി എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ ഒക്കെ വരുന്നതിന് എത്രയോ മുന്നേ. റിസർവേഷൻ കാരണമാണ് ചിലപ്പോൾ ഹെഗ്ഡെവർ അങ്ങനെ ആഗ്രഹിച്ച് കാണുക എന്ന് ചിന്തിക്കുന്ന കുറേ മണ്ടന്മാരുണ്ടാവും. എന്നാൽ നിങ്ങൾ വായിച്ചു നോക്കണം അയാളുടെ ചരിത്രം. അയാൾ ഇത് പറഞ്ഞത് ഈ റിസർവേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ എത്രയോ മുമ്പേ RSS സ്ഥാപിച്ചപ്പോൾ ഹിന്ദുയിസത്തിൽ നിന്നും ജാതിയെ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഇനി നമ്മൾ വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരെ സ്റ്റീരിയോടൈപ്പ് ചെയ്യും, മറ്റുള്ളവരെ ഡീമണൈസ് ചെയ്യും, അവരെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും. ഒരു നാഥുറാം ഗോഡ്സെ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു മുഴുവൻ വിഭാഗത്തെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാഥുറാം ഗോഡ്സെ അന്ന് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് ചില ആൾക്കാർ പറയും. ചില ആൾക്കാർ പറയും അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിജി പാകിസ്ഥാന് കൂടുതൽ പണം കൊടുത്തേനെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഭാരതത്തിലെ ഹിന്ദുക്കൾക്കുണ്ടായേനെ. ഇതിൽ രണ്ടിൽ ഏത് പക്ഷത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം. നാഥുറാം ഗോഡ്സെ ഇന്നത്തെ നമ്മൾ ടെററിസ്റ്റ് കാണുന്ന മരത്തെ ടെററിസ്റ്റ് ആയിരുന്നില്ല. ആ ടെററിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? ഒരു മതവിഭാഗത്തിലെ ആൾക്കാരെ അവരെ മുഴുവനായിട്ടും കൊല്ലുകയാണ്. പിന്നെ നാഥുറാം ഗോഡ്സെയും ഹിന്ദു ആയിരുന്നു, മഹാത്മാഗാന്ധിയും ഹിന്ദു ആയിരുന്നു. ഇനി നാഥുറാം ഗോഡ്സെക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകമാണത്, ഒരു മത കൊലപാതകമല്ല. അതുകൊണ്ട് അതിനെ മതരാഷ്ട്രീയത്തോട് ചേർക്കാൻ ശ്രമിക്കരുത്. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. പല ആൾക്കാരും പറയുന്നു ഈ RSS അങ്ങനെയാണ്, RSS അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ജാതി എന്ന് പറയുന്ന കാര്യം നല്ല സാധനമാണ്. ഹിന്ദുയിസം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനെ ഒഴിവാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. ജാതിക്ക് എതിരെയാണ്, ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് അതിന് യാതൊരു വാസ്തവത്തിൽ പറഞ്ഞ ബന്ധമില്ല. ബന്ധം വന്നത് RSS എന്ന് ഉള്ള കുറേ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു എന്നത് ശരിയാണ്. അങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടാകുന്നത്. RSS എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആക്കാൻ ഹെഗ്ഡെവർ ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ജൻസംഘ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അത് ഉണ്ടായത് തന്നെ 1950s. അതിന് മുമ്പേ മുസ്ലിം ലീഗ് ഉണ്ട്. ആ ജൻസംഘ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്യാമ പ്രസാദ് മുഖർജി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ആ വ്യക്തി കോൺഗ്രസിലെ ഒരു മന്ത്രിയായിരുന്നു, കോൺഗ്രസ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു. ആ വ്യക്തി ജൻസംഘ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്നാണ് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം 1980 ഈ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇതിനൊക്കെ കുറേ മുമ്പ് നടന്ന നാഥുറാം ഗോഡ്സെ ചെയ്ത ഒരു കാര്യത്തെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മൾ BJPയെയും ഈ കൂട്ടങ്ങളെയൊക്കെ നമ്മൾ മോശമായ രീതിയിൽ കാണുകയാണെങ്കിൽ അത് നമുക്കൊരു ഫോൾട്ടുണ്ട്. കാരണം ഇന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്നും പാകിസ്ഥാനിൽ ഭരിക്കുന്നത്. പാകിസ്ഥാനിലെ മുസ്ലിം ലീഗാണ് പാകിസ്ഥാൻ സെപ്പറേറ്റ് ആകണം എന്ന് ആഗ്രഹിച്ചത്. അതിൻ്റെ ഒരു വിഭാഗമാണ് ഭാരതത്തിലെ മുസ്ലിം ലീഗ്, ബംഗ്ലാദേശിലെ മുസ്ലിം ലീഗ്. പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് ഭാരതത്തിലേക്ക് ടെററിസ്റ്റിനെ അയച്ചിട്ട് ഭാരതത്തിൽ എത്രയോ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഭാരതത്തിലെ മുസ്ലിം ലീഗ് എല്ലാം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ RSSന്റെ പേരും പറഞ്ഞിട്ട് BJPയെ പറ്റി മോശം കാര്യം പറയാനും നമുക്ക് അവകാശമില്ല. കാരണം BJP എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, അല്ലെ ഹിന്ദു ജനതാ പാർട്ടിയല്ല. അത് സ്റ്റാർട്ട് ചെയ്തത് 1980 ഇതിനൊക്കെ എത്രയോ മുമ്പേ, 40 കൊല്ലം മുൻപേ അല്ലേ നാഥുറാം ഗോഡ്സെ നമ്മുടെ മഹാത്മാഗാന്ധിജിയെ കൊല്ലുന്നത്. ഇനി ജൻസംഘ് എന്ന് പറയുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരന്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി വരെ തുടങ്ങിയിരിക്കുന്നത് 1950s. അതും മഹാത്മാഗാന്ധിയുടെ മരണശേഷമാണ്. അത് തുടങ്ങിയതും ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെറ്റായ
പഠിപ്പിക്കലും തെറ്റായ വ്യാഖ്യാനങ്ങളും ദയവ് ചെയ്ത് നിർത്തുക. മറ്റുള്ളവരെ ഡീമണൈസ് ചെയ്തുകൊണ്ട് അവരെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെപ്പറ്റി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതുകൊണ്ട് നമ്മൾ ഒരിക്കലും നന്നാവില്ല. മഹാത്മാഗാന്ധിജി ഗുജറാത്തിൽ നിന്ന് വന്നു. അതേമാതിരി ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ പറഞ്ഞ നരേന്ദ്രമോദിജി. അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് കള്ളങ്ങൾ മലയാളത്തിലെ ആളുകൾക്ക് മലയാളം സിനിമകൾ വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ വളരെ ഈസിയാണ്. ആക്സെൻറ്റ് കളിയാക്കാം, പഠനത്തെ കളിയാക്കാം. 15 കൊല്ലം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, 11 കൊല്ലം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു. അയാൾ ചെയ്ത ഡെവലപ്മെൻറ്റും കേരളത്തിലെ വിഴിഞ്ഞം സീപോർട്ടും ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒന്ന് പഠിച്ചിട്ട് പിന്നെ വേണം അദ്ദേഹത്തെ വിലയിരുത്താൻ, വിധിക്കാൻ. ഒരു ഭാഗത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഒരു ഭാരതീയനാണ്, മറുഭാഗത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഒരു വിശ്വാസിയാണ് യേശു ക്രിസ്തുവിൻ്റെ. ഇങ്ങനെ ആകാൻ സാധിക്കുമോ? സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.